ഇതുവരെയും ആ കുടുംബം ഈ മാപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ സമ്മതിച്ചിട്ടില്ല. അത് മാത്രമല്ല ഈ സംസാരിക്കുന്ന സഹോദരൻ്റെ സുഹൃത്ത് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇട്ട കുറിപ്പിലും വധശിക്ഷ നടപ്പാക്കണമെന്നുള്ള രീതിയിലുള്ള കുറിപ്പുകളൊക്കെ നേരത്തെ അതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളൊക്കെ ഇടുന്നുണ്ട്. ആ വധശിക്ഷ നൽകുന്നത് സംബന്ധിച്ചുള്ള വിധിയൊക്കെ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനകത്ത് വലിയ തോതിൽ ഇതിന് മാപ്പ് കൊടുക്കരുത്, കാരണം ആ കുറ്റത്തിന് ശിക്ഷ അർഹിക്കുന്ന ശിക്ഷ നൽകിക്കോട്ടെ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതേസമയം ഈ ഇസ്ലാമിക പണ്ഡിതൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് യമനിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ നിമിഷ പ്രിയയുടെ ആക്ഷൻ കൗൺസിലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഇതുവരെ അവർ ചർച്ചയ്ക്ക് ഇരുന്നത് തന്നെ പോസിറ്റീവാണ്. ചർച്ച തന്നെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ മാപ്പ് നൽകണമെന്നൊരു തീരുമാനത്തിലേക്ക് ധാരണയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അക്കാര്യം ഉടൻ തന്നെ അവിടുത്തെ സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിക്കുകയും തുടർന്ന് നാളെ നടത്താനിരിക്കുന്ന വധശിക്ഷയുടെ ഡേറ്റ് ആദ്യം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തുടർന്ന് അങ്ങോട്ട് ഇവർ ആ മാപ്പ് നൽകുകയാണെങ്കിൽ അത് രേഖാമൂലം അവിടെ നൽകുകയും അതിനനുസരിച്ച് വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്യുക. ദിയാദാനം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെത്തിയാൽ അത് നൽകുന്നതിന് വേണ്ട സമയം. എന്തായാലും ഇന്നത്തെ ചർച്ച നിർണായകമാണ്. അതിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുന്നതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിമിഷപ്രിയയുടെ കുടുംബവും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും മലയാളം നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായി നിർണായക ചർച്ചകൾ തന്നെയാണ് യമനിൽ നടന്നുവരുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്.